ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നേ. എവിടെ റെഡിയായി നിൽക്കുക എന്നല്ലാണ്ട് പുറത്തിറങ്ങാനേ കഴിഞ്ഞില്ല. ഭയങ്കര മഴ കേട്ടോ, തീരെ നിൽക്കുന്നുണ്ടായില്ല. കുറേ നേരം എന്നെ വെയിറ്റാക്കി നിന്ന് ഒന്ന് കുറഞ്ഞെങ്കിൽ ഒന്ന് ഇറങ്ങാലോ എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. നേരെ റെയിൻകോട്ട് എടുത്ത്, റെയിൻകോട്ടിലാണെങ്കിൽ നിറയെ പാറ്റ. ഈ രാത്രിയിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം പാറ്റകൾ വരുമല്ലോ, അത് നിറയെ ഉണ്ടായിരുന്നു. അതൊക്കെ നന്നായി കുടഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്ന് സെജാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കായിരുന്നു മക്കൾക്ക് എന്തോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം വെയിറ്റാക്കി നിന്ന് അവിടുന്ന് നേരെ അവളെയും കൂട്ടിയിട്ട് നേരെ മലബാർ ഗോൾഡിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായത്. ഇവിടെ വന്നൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഞങ്ങളൊന്ന് ഫേസൊക്കെ ഒന്ന് സെറ്റാക്കി അങ്ങനെ പിന്നെ നേരെ ഉമ്മാക്കൊരു മാല എടുത്തിട്ടുണ്ടായി. അതിൻ്റെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതിന് വന്നതായിരുന്നു. അങ്ങനെ മാലൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ഉമ്മയുടെ അനിയത്തിനെ കണ്ടത്, എൻ്റെ കുഞ്ഞുമാനായിട്ട് കണ്ട് സംസാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായി. സെജ് ഒന്നും കൂടി മേക്ക് ഷ്യൂർ ചെയ്യായിരുന്നു ഗോൾഡ് അതിൽ വെച്ചിട്ടില്ലേ എന്നൊക്കെ. ഗോൾഡല്ലേ അങ്ങനെ ഞങ്ങൾ 2-3 കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ തന്നെ നേരെ ഞങ്ങൾ ചന്തപ്പടിക്കലേക്കാണ് വന്നിട്ടുണ്ടായത്. ചെരുപ്പ് എടുത്തിട്ടുണ്ടായില്ല, കല്യാണമൊക്കെ അല്ലേ. അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് ഉണ്ടാവും. അങ്ങനെ വന്നതായിരുന്നു. ജസ്റ്റ് പാർട്ടി വെയർ ടൈപ്പ് എടുക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ 2-3 ഐറ്റംസൊക്കെ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബേക്കറി ഷോപ്പിലേക്കാണ്. കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഐനാസ് എടുത്തിട്ടുണ്ടായി. ഐനാസ് ഓൾറെഡി ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്തോ മടക്ക അങ്ങനെ എന്തോ ആണ് കേട്ടോ, അതും ഞാൻ ടേസ്റ്റ് നോക്കി, രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ പേ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞങ്ങൾ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും എന്തെങ്കിലും കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകാറുള്ളൂ. പിന്നെ നല്ല മഴ, എവിടെ ഇറങ്ങാനും കഴിഞ്ഞില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴതാ കുഞ്ഞുമ്മാനെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് കണ്ടല്ലോ മലബാർ ഗോൾഡിൽ നിന്ന്. അപ്പോൾ കുഞ്ഞുമ്മ തിരിച്ച് വരുമ്പോൾ ഇവിടെ പൊറാട്ടയും ബീഫൊക്കെ കൊടുന്നിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് നല്ലോണം വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നല്ലോണം നനഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പാടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അങ്ങനെ നേരെ ഞങ്ങൾ കുഞ്ഞിപ്പാടെ വീട്ടിലേക്ക് പോകലാണ്. കുഞ്ഞിപ്പാടെ വീട് എന്ന് വെച്ചാൽ കല്യാണമല്ല വീട് കേട്ടോ. അങ്ങനെ അത് അവിടെ വന്നുടനെ അതാ കണ്ടിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണല്ലോ വരുന്നത്, കല്യാണമൊക്കെ ആയിട്ട് ഇത്രയും ലേറ്റായി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ നേരെ മേലേക്ക് കയറിയിട്ടാണ്. മേലെയാണ് ചെക്കൻ്റെ റൂം. ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. അതിന് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ ഇടണ്ടി. പിന്നെ ഈ ഒരു മിറർ കണ്ട പിന്നെ പറയണ്ടല്ലോ, ജസ്റ്റ് ഒരു വീഡിയോയും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായി. പിന്നെ അത് അവിടെ വന്നിട്ട് ബൂസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ ചോറ് കൊടുന്ന് വെച്ചിട്ട് തീരെ സമ്മതിക്കണില്ല കേട്ടോ, ഇച്ചിരിയെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കയ്യിലൊക്കെ ഇട്ട് കഴിച്ച്. ഇതിൻ്റെ ഒരു അമ്മായിയാണ് കേട്ടോ, അമ്മായി ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് കല്യാണ ചെക്കന്. അവന് ജസ്റ്റ് ഒന്ന് മേക്കോറൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ബാക്കിയിലിടാം.